ഹലോ എവരിവൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് സെൻസസിൻ്റെ മേജർ ട്രേഡ് ചെയ്യാനുള്ള ലെവൽസാണ്. കാരണം നാളെ സെൻസസ് എക്സ്പയർ ആണ്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടിയും ട്രേഡ് ചെയ്യാനായിട്ട് കുറച്ചും കൂടി എളുപ്പത്തിന് വേണ്ടി നമ്മൾ ഇതിൻ്റെ മേജറായിട്ടുള്ള ഇൻട്രാഡേ ലെവൽസുകൾ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഹയർ ടൈം ഫ്രെയിമിലാണ് നമുക്ക് നോക്കേണ്ടത്. കാരണം ഹയർ ടൈം ഫ്രെയിമിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി ആക്യുറേറ്റ് ആയിട്ടുള്ള ലെവൽസ് സ്മോൾ ടൈം ഫ്രെയിമിൽ നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ ഹൈയും ലോയും തന്നെയാണ് നമ്മൾ മെയിനായിട്ട് ആദ്യം തന്നെ മാർക്ക് ചെയ്യാനുള്ളത്. ഇത് നമുക്ക് ടേക്ക് ഔട്ട് ചെയ്യാത്തത് കൊണ്ട് തന്നെ ഇപ്പോഴും നമുക്ക് ആ ഒരു റേഞ്ച് തന്നെയാണ് നമ്മൾ എടുക്കുന്നത്. അത് നമുക്ക് ഇനി ചെയ്യാനുള്ളത് നമുക്ക് ഡിസ്കൗണ്ട് സോണും പ്രീമിയം സോണും നമുക്ക് ഡിവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. അതിനായിട്ട് ഫിബ് വെച്ചിട്ട് ലോയും ഹൈയും തമ്മിൽ മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഡിസ്കൗണ്ട് സോണും പ്രീമിയം സോണും നമുക്ക് കിട്ടി. ഇനി നമുക്ക് ലോവർ ടൈം ഫ്രെയിമിലേക്ക് പോയിട്ട് നമുക്ക് കുറച്ചും കൂടി ആക്യുറേറ്റ് ലെവൽസിൽ കണ്ടുപിടിക്കാം. ഇനി നമ്മൾ കാണാൻ പോകുന്നത് നമ്മൾ മന്ത്ലി ടൈം ഫ്രെയിം കഴിഞ്ഞു. ഇനി വീക്ക്ലി ടൈം ഫ്രെയിമിൽ കുറച്ചും കൂടി നമുക്ക് ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് നേരത്തെ കണ്ട ഹൈഡ് അവിടെ നമുക്കൊരു ഓർഡർ ബ്ലോക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, ഒരു ബെയറിഷ് ഓർഡർ ബ്ലോക്ക്. അപ്പോൾ നമുക്കൊരു ബെയറിഷ് ഓർഡർ ബ്ലോക്ക് നമുക്ക് മാർക്ക് ചെയ്യാം. ഇപ്പോൾ നമുക്ക് കുറച്ചും കൂടി ക്ലാരിറ്റി ആയില്ലേ, കണ്ടില്ല, നമുക്കിവിടെ ഒരു ബെയറിഷ് ഓർഡർ ബ്ലോക്ക്. അപ്പോൾ ഓർഡർ ബ്ലോക്കിൽ നിന്നൊക്കെ നമുക്ക് റിവേഴ്സിൽ കിട്ടാവുന്ന ഒരു ഏരിയയാണ്. അത് മാത്രമല്ല അതൊരു ഡീപ്പ് പ്രീമിയം സോണിലും കൂടിയാണ്. അപ്പോൾ നമുക്കൊരു ചാൻസ് ഓഫ് റിവേഴ്സിൽ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഓൾറെഡി നമുക്ക് ഈ ഹൈ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു ഹൈ കൂടി സ്വീപ്പ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് താഴത്തേക്ക് വരാനുള്ള ചാൻസുകൾ കൂടുതലാണ്. പക്ഷേ നമുക്ക് കൺഫർമേഷൻ എടുക്കാറായിട്ടില്ല. കുറച്ചും കൂടി ലോവർ ടൈം ഫ്രെയിമിലേക്ക് നമുക്ക് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഓർഡർ ബ്ലോക്കിൻ്റെ ഉള്ളിൽ നമുക്ക് കുറച്ചും കൂടി ലെവൽസുകൾ നമുക്ക് മാർക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിന് തൊട്ട് താഴെയുള്ള ഡെയിലി ടൈം ഫ്രെയിമിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഈ ഓർഡർ ബ്ലോക്കിൽ നിന്ന് നമുക്ക് സൂം ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഗ്യാപ്പ് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഹയർ ടൈം ഫ്രെയിമിലുള്ള ലെവൽസ് മാർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ലോവർ ടൈം ഫ്രെയിമിലുള്ള ഇത് കൂടി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി ആക്യുറേറ്റ് ആയിട്ടുള്ള ലെവൽസുകൾ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ നമുക്കിവിടെ ഗ്യാപ്പ് കിട്ടി. ഇനി നമുക്ക് ഈ ഓർഡർ ബ്ലോക്കിൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങൾക്കൊരു FEG കാണാൻ പറ്റുന്നുണ്ടോ? ഒരു ഡെയിലി ടൈം ഫ്രെയിമിലുള്ള ഒരു FEG നമുക്കിവിടെ തൊട്ട് താഴെ നമുക്ക് ഉണ്ട്. അതുകൊണ്ട് തന്നെ മേ ബി ഇപ്പോൾ ഈ FEG നമ്മൾ മാർക്ക് ചെയ്ത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ നമുക്കൊരു റിവേഴ്സിൽ കിട്ടിയില്ലെങ്കിൽ തന്നെ വീണ്ടും നമുക്ക് മുകളിലേക്ക് പോയിട്ട് ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്ത് മേ ബി ആ FEGന്നോ ഈ ഒരു സെക്ഷനിൽ നിന്നൊക്കെ നമുക്ക് റിവേഴ്സിൽ കിട്ടാനുള്ള ചാൻസുകൾ കൂടുതലാണ്. മേ ബി നമുക്ക് ഇവിടെ തന്നെ റിവേഴ്സിൽ കിട്ടണമെന്നില്ല. നമുക്ക് മുകളിലുള്ള FEGന്നോ അല്ലെങ്കിൽ ആ ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ട് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ആക്യുറേറ്റ് ആയിട്ട് താഴത്തേക്ക് മൂവ് ചെയ്യാൻ ചാൻസ് കൂടുതലാണ്. ഞാൻ 4 hour ടൈം ഫ്രെയിമിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വീണ്ടും കുറച്ചുകൂടി ആക്യുറേറ്റ് ആയിട്ടുള്ള ലെവൽസുകൾ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ 4 hour ടൈം ഫ്രെയിമിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു ട്രെൻഡ് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ബുള്ളിഷ് ട്രെൻഡിലാണ് മാർക്കറ്റ് ഇപ്പോൾ കറൻ്റ്ലി മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മേ ബി ഈ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യാണ്ടിരിക്കാൻ മേ ബി നമുക്ക് ഇവിടുന്ന് റിവേഴ്സിൽ കിട്ടാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് മേജറായിട്ടുള്ള ഈ ലാസ്റ്റത്തെ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് മൂവ്മെൻറ്റ്, ആ മൂവ്മെൻറ്റും നമുക്ക് ഇതുപോലെ തന്നെ ഫിബ് വെച്ചിട്ട് പ്രീമിയം സോണും ഡിസ്കൗണ്ട് സോണും ആയിട്ട് കൺവേർട്ട് ചെയ്യാം. അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് ഇൻ കേസ് റിവേഴ്സ് ആവുകയാണെങ്കിൽ എത്ര റേഞ്ചിലേക്ക് വന്നിട്ടാണ് ഇനി ഫർദർ അപ്വേർഡ് മൂവ്മെൻറ്റ് പോകുന്നു എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ആ ഒരു ഡിസ്കൗണ്ട് സോണിൽ നമുക്കൊരു സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി നമുക്ക് കിട്ടിയിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പോൾ ഇൻ കേസ് നമ്മുടെ ഡിസ്കൗണ്ട് സോണിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് ഒരു റിവേഴ്സിൽ കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. അത് മാത്രമല്ല ഒരു FEG നമുക്ക് എക്സാക്ട്ലി ഓൺ ഇക്വിലിബ്രിയം പൊസിഷനിൽ നമുക്ക് ഒരു FEG നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ 50% ഒരു റീട്രേസ്മെൻറ്റ് നടന്ന് ആ FEGന്നോ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റിന്നോ ഒരു മൂവ്മെൻറ്റ് കിട്ടിയുകൊണ്ട് നമുക്ക് ഒന്നില്ലെങ്കിൽ മുകളിലേക്ക് പോകാം, അല്ലെങ്കിൽ നമുക്ക് മുകളിലത്തെ ആ ഓർഡർ ബ്ലോക്കോ FEGയിലോ ഓർഡർ ബ്ലോക്ക് പോട്ടെ ആ ഗ്യാപ്പോ FEGയോ ഫില്ല് ചെയ്തുകൊണ്ട് താഴത്ത് നമുക്ക് ഈ ഒരു FEG എന്നൊരു റിവേഴ്സിൽ കിട്ടാം. അത് മാത്രമല്ല അതിന് തൊട്ട് താഴെയുള്ള ഒരു സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റിന്നും ഒരു റിവേഴ്സിൽ കിട്ടാനുള്ള ചാൻസുകൾ കൂടുതലാണ്. അപ്പോൾ ഇനി നമുക്ക് ഒരു 1 hour ടൈം ഫ്രെയിമിൽ നമുക്ക് കുറച്ചും കൂടി ആക്യുറേറ്റ് ആയിട്ട് എപ്പോഴൊക്കെയാണ് ആ റിവേഴ്സിൽ നടക്കാൻ പോകുന്നത് എന്നുള്ളത് ഒരു കുറച്ചും കൂടി ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു ഇതുകൂടെ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഓവറോൾ ഹൈ വെച്ചാൽ ഓൾ ടൈം ഹൈയിൽ നമുക്കൊരു ലിക്വിഡിറ്റി ഉണ്ട്, ഒരു ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ഉണ്ട്. അപ്പോൾ മുകളിലേക്ക് പോവുകയാണെങ്കിൽ ഏറ്റവും ഹയസ്റ്റ് കേസ് നമുക്ക് ആ ലെവൽ വരെയാണ് പോകാനുള്ള ചാൻസുകൾ നമുക്ക് കൂടുതൽ. ഇപ്പോൾ നമുക്ക് അവർ ടൈം ഫ്രെയിം ആണെങ്കിൽ നമുക്കൊരു 1 വീക്കായിട്ട് നമുക്കൊരു സൈഡ് വേസ് മൂവ്മെൻറ്റ്, ഒരു കൺസോളിഡേഷൻ ഏരിയയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്.
അപ്പോൾ കൺസോൾട്ടേഷൻ ഏരിയയിൽ നമുക്ക് എന്താണ് പറഞ്ഞിരിക്കുന്നത്, നമ്മൾ മുമ്പത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്, നമുക്ക് ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയും സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയും നമുക്ക് അതിൽ നിന്ന് ലഭിക്കുന്നതാണ്. അപ്പോൾ ആ ഏരിയയിൽ ഇപ്പം നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ലോവർ സൈഡിൽ നമുക്കിവിടെ ഒരു ഗ്യാപ്പ്, നമുക്ക് ചെറിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിൽ നമുക്ക് ആ ഗ്യാപ്പ് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇൻ കേസ് നമുക്ക് ഒരു ഗ്യാപ്പിൽ ഓൾറെഡി നമുക്ക് ഇവിടെ ഒരു സ്വീപ്പ് കിട്ടിയിട്ടുണ്ട്, നമ്മുടെ ഈ ഒരു ഹൈയും ലോയും, അതാണ് ആ കൺസോൾട്ടേഷൻ ഏരിയയുടെ ഹൈയും ലോയും. അപ്പോൾ അതിൻ്റെ ഹൈ എന്ന് പറയുന്നത് ഒരു ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയും ലോ ഓൾറെഡി സ്വീപ്പ് ചെയ്തുകൊണ്ട് തന്നെ, എന്നുവെച്ചാൽ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ഓൾറെഡി സ്വീപ്പ് ചെയ്തുകൊണ്ട് തന്നെ ഇനി മേജറായിട്ട് നമുക്ക് ആ ഹൈയും കൂടിയും ടേക്ക് ഔട്ട് ചെയ്താൽ മാത്രമാണ് നമുക്ക് ഒരു ഫർദർ മൂവ്മെൻറ്റ് നടക്കാനുള്ള ചാൻസ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഹൈ ടേക്ക് ഔട്ട് ചെയ്ത് വീണ്ടും താഴത്തേക്ക് വന്നിട്ട് ഇപ്പോൾ നേരത്തെ പറഞ്ഞ ലെവൽസിലേക്ക് പോകാനുള്ള ചാൻസുകൾ കൂടുതലാണ്. പക്ഷേ നമുക്കിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ആ ലെവലുകൾ ഇതുവരെ സ്വീപ്പ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇനിയും 84,664 ലെവല് സ്വീപ്പ് ചെയ്തുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് താഴത്തേക്ക് വരാം. അതല്ല ഇൻ കേസ് നമുക്ക് ആദ്യം തന്നെ വീണ്ടും നമ്മുടെ ആ സ്വീപ്പ് ചെയ്ത ലോവും ഒരു സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയാണ്, അതെടുത്തിട്ട് വേണമെങ്കിൽ ഫർദർ അപ്വേർഡ് മൂവ്മെൻറ്റ് പോകാനുള്ള ചാൻസുകളും ഉണ്ട്. അതല്ലെങ്കിൽ വീണ്ടും നമുക്ക് മുകളിലത്തെ സ്വീപ്പ് ചെയ്തുകൊണ്ട് അടിയിൽ വരുന്ന ആ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റീസ് നമുക്ക് ഇവിടെ 1, 2 ഈ ലെവലൊക്കെ നമുക്ക് റിവേഴ്സലിന് ചാൻസ് ഉള്ള ഏരിയാസാണ്. അപ്പോൾ ഈ എല്ലാ ഏരിയാസിൽ നിന്ന് നമുക്ക് ഒരു റിവേഴ്സൽ എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ മാർക്ക് ചെയ്ത ലെവലുകൾ നിങ്ങൾ എന്തായാലും മാർക്ക് ചെയ്ത് വെക്കുക. അപ്പോൾ ഏത് ലെവൽസാണോ ആദ്യം ആക്ടിവേറ്റ് ചെയ്യുന്നത്, ഒരു ഇൻട്രാഡേ കൺഫർമേഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ ഒരു ഏരിയയിൽ നിന്നൊക്കെ നമുക്ക് ട്രേഡ് പ്ലാൻ ചെയ്യാവുന്നതാണ്. ഉണ്ടല്ലേ, ഈ എല്ലാം സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി അല്ലെങ്കിൽ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ഏതാണ് ആദ്യം ആക്ടിവേറ്റ് ആവുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഈ ഒരു ഇത് വെച്ചിട്ട് നമുക്ക് ട്രേഡ് ചെയ്യാവുന്നതാണ്. ഇൻ കേസ് ഏറ്റവും മുകളിൽ പോയി നമ്മുടെ ഏറ്റവും ഓവറോൾ ഹൈ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി എടുത്താൽ തന്നെ വീണ്ടും ഈ ലെവലുകളൊക്കെ എടുക്കാണ്ട് ഇനി ഫർദർ മൂവ്മെൻറ്റ് പോകാനുള്ള ചാൻസുകൾ വളരെ കുറവാണ്. ഓൾറെഡി സെൻസസൊക്കെ ബുള്ളിഷാണ്, ഓൾറെഡി മാർക്കറ്റ് ബുള്ളിഷാണ്. പക്ഷേ എന്നാലും ഈ ലെവലുകളെടുത്ത് ഒരു റീട്രേസ്മെൻറ്റ് നടന്ന് ഒരു ഫർദർ അപ്വേർഡ് മൂവ്മെൻറ്റ് നടന്നു കഴിഞ്ഞാൽ നല്ലൊരു മൂവ്മെൻറ്റിൽ നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും മാർക്കറ്റ് എന്ന് പറയുന്നത് അപ്പ് ആൻഡ് ഡൗൺസ് ഉള്ള ഒരു മാർക്കറ്റാണ്. അപ്പോൾ എന്തായാലും നമുക്ക് നിഫ്റ്റിയും കൂടി നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മൾ നിഫ്റ്റിയുടെ ലെവലുകൾ നോക്കുകയാണെങ്കിൽ തന്നെ ഓൾമോസ്റ്റ് സെൻസസിൻ്റെ ആ ഒരു സ്ട്രക്ചറോട് സിമിലറാണ്. എന്തായാലും നമ്മൾ ഒരു മന്ത്ലി ചാർട്ടിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഹൈയും ലോയും ടേക്ക് ഔട്ട് ചെയ്യാത്തത് കൊണ്ട് തന്നെ ഇതായിരിക്കും നമ്മുടെ ട്രേഡിംഗ് റേഞ്ച്. അപ്പോൾ നമ്മൾ ഈ ഒരു റേഞ്ചിലുള്ള ട്രേഡുകൾ നമ്മൾക്ക് നോക്കാനുള്ളത്. അപ്പോൾ നമ്മൾ ഹൈയും ലോയും കൂടി നമ്മൾ ഫിബ് വെച്ച് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡിസ്കൗണ്ട് സോണും പ്രീമിയം സോണും നമുക്ക് കിട്ടിക്കഴിഞ്ഞു. നമുക്ക് മേജറായിട്ടുള്ള ഇപ്പോൾ നമുക്ക് ഒരു പ്രീമിയം സോണിലാണ് നമുക്ക് നിൽക്കുന്നത്. നമുക്ക് ലോവർ ടൈം ഫ്രെയിമിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു വീക്കിലി ഓർഡർ ബ്ലോക്കിലാണ് പ്രൈസ് കറൻ്റ്ലി ഉള്ളത്. അപ്പോൾ നമുക്ക് ആ ഓർഡർ ബ്ലോക്കിൽ നമുക്ക് മാർക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ഓരോ ഓർഡർ ബ്ലോക്കിൽ ടാപ്പ് ചെയ്തുകൊണ്ടാണ് മാർക്കറ്റ് ഇപ്പോൾ ഓൾറെഡി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു റിവേഴ്സലിന് ചാൻസ് ഉണ്ട്. അപ്പോൾ കുറച്ചും കൂടി മൈനറായിട്ട് നോക്കിയാൽ ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഒരു IDX ആയിട്ട് കണക്കാക്കുന്നത്. നമുക്ക് ഈ ഒരു ഹൈ ഓൾറെഡി ടേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചാൻസസ് കൂടുതലാണ്. അപ്പോൾ നമുക്കൊരു ലോവർ ടൈം ഫ്രെയിമിൽ വൺ ഡെയിലി ടൈം ഫ്രെയിമിൽ നോക്കിക്കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഓർഡർ ബ്ലോക്കിൻ്റെ ഉള്ളിലുള്ളൊരു FEG നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ FEG എന്നൊക്കെ റിവേഴ്സിൽ കിട്ടാനുള്ള ചാൻസ്. അപ്പോൾ എത്ര പോയിൻറ്റ്സ് ഒരു ഓർഡർ ബ്ലോക്ക്, ഇവിടുന്ന് ഒരു FEG ലോവർ ടൈമിലുള്ള FEG, അപ്പോൾ ഇവിടെ നിന്നൊക്കെ റിവേഴ്സിൽ കിട്ടാനുള്ള ചാൻസുകൾ വളരെയധികം കൂടുതലാണ്. അപ്പോൾ എന്തായാലും നോക്കാം. ഇതെല്ലാം സിമിലറായിട്ടുള്ള നമ്മൾ നേരത്തെ സെൻസസിൽ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. അപ്പോൾ എന്തായാലും നിഫ്റ്റിയുടെ ലെവൽസും കൂടി നിങ്ങൾക്ക് മാർക്ക് ചെയ്ത് വെക്കാം. ഏതിലാണ് ആദ്യം ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത് അതിൽ നിങ്ങൾക്കൊരു ട്രേഡ് എടുക്കാം. അപ്പോൾ എന്തായാലും ഒരു ലോവർ ടൈം ഫ്രെയിമായ ഒരു 4 hour ടൈം ഫ്രെയിമിൽ നമുക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ബുള്ളിഷ് ട്രെൻഡിൽ തന്നെയാണ് നിഫ്റ്റിയും പോകുന്നത്. അപ്പോൾ നമ്മൾ ഹൈ ലോയും തമ്മിൽ അങ്ങനെ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് മൂവ്മെൻറ്റ്, ആ പ്രീവിയസ് ഹൈ ബ്രേക്ക് ചെയ്തുകൊണ്ടുള്ള ആ മൂവ്മെൻറ്റിലുള്ള ആ ഒരു ലെഗ്, അത് നമുക്ക് വീണ്ടും ഡിവൈഡ് ചെയ്യാം പ്രീമിയം സോണോ ഡിസ്കൗണ്ട് സോണായിട്ട്. അപ്പോൾ നമുക്ക് പ്രൈസ് ഇൻ കേസ് ഇവിടുന്ന് റിവേഴ്സിൽ ഇപ്പോൾ കറണ്ട് പ്രൈസ് ആ FEGന്നോ അല്ലെങ്കിൽ ഓർഡർ ബ്ലോക്കിൽ നിന്നോ റിവേഴ്സിൽ കിട്ടിക്കഴിഞ്ഞാൽ ഏത് ലെവൽ വരെ എത്താൻ ചാൻസ് ഉണ്ട് എന്നാണ് നമുക്ക് ഇവിടെ അറിയാൻ സാധിക്കുന്നത്. കാരണം എല്ലാ മൂവ്മെൻറ്റിലും ഒരു റീട്രേസ്മെൻറ്റ് വേണം.
അപ്പോൾ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ആ ഇക്വിലിബ്രിയം ഏരിയയുടെ എക്സാക്ട്ലി നമുക്കൊരു FEG കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു 4 hour FEG നമുക്കിവിടെ എക്സാക്ട്ലി ആ ഇക്വിലിബ്രിയം ഏരിയയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഏരിയയിൽ നല്ലൊരു റിവേഴ്സലിന് ചാൻസ് കൂടുതലാണ്. അതിന് തൊട്ട് താഴെ ഇൻ കേസ് അത് ഫെയിൽ ആവുകയാണെങ്കിൽ തന്നെ അതിന് തൊട്ട് താഴെ നമുക്കൊരു ലിക്വിഡിറ്റിയും കൂടി ഉണ്ട്, ഒരു സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി. ഇതെല്ലാം നമ്മുടെ ഡിസ്കൗണ്ട് സോണിലാണ്. അപ്പോൾ ഡിസ്കൗണ്ട് സോണിലൊക്കെ ഈ ഒരു ഏരിയയിൽ എത്തിയിട്ടാവാം ചിലപ്പോൾ നമുക്ക് ഇനി ഫർദർ മൂവ്മെൻറ്റ് അപ്പ് സൈഡിലേക്ക് കിട്ടാനുള്ള ചാൻസുകൾ കൂടുതൽ. അപ്പോൾ ഈ ഒരു 2 ലെവലുകൾ നിങ്ങൾ എന്തായാലും മാർക്ക് ചെയ്ത് വെക്കേണ്ട ലെവലാണ്. ഈ ഒരു ഏരിയയിൽ വന്നു കഴിഞ്ഞാൽ നല്ലൊരു ട്രേഡിന് ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ലോവർ ടൈം ഫ്രെയിമിൽ നമുക്കൊന്നുകൂടി മൈനറായിട്ടുള്ള ഇൻട്രാഡേ ലെവൽസ് കൂടി നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ ഇതിൽ നമുക്കിവിടെ ഒരു കൺസോൾട്ടേഷൻ ഏരിയയിൽ തന്നെയാണ് നിഫ്റ്റിയും ഉള്ളത്. പക്ഷേ നമുക്കിവിടെ നേരത്തെ സെൻസസിൽ ആ ലോ ടേക്ക് ഔട്ട് ചെയ്ത പോലെ ഇതിൽ ലോ ടേക്ക് ഔട്ട് ചെയ്തിട്ടില്ല. ഇതിൽ ഹൈയോ ലോയോ ടേക്ക് ഔട്ട് ചെയ്ത് ശേഷം അതിന് ഓപ്പോസിറ്റായിട്ട് മൂവ് ചെയ്യാനാണ് കൂടുതൽ ചാൻസ്. ഇതുവരെ ഇതിൻ്റെ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്തിട്ടില്ല നിഫ്റ്റിയിൽ. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയും സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയും ഈ കൺസോൾട്ടേഷൻ ഏരിയയുടെ അവിടെ മാർക്ക് ചെയ്യാം. ഇതിൻ്റെ ലോ എന്ന് പറയുന്നത് ഒരു സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയും അതിന് ഹൈ എന്ന് പറയുന്നത് ഒരു ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ആയിട്ട് നമുക്ക് മാർക്ക് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഏത് ലെവലാണ് ആദ്യം ആക്റ്റീവ് ആവണേ എന്നുള്ളത് നിങ്ങളെന്തായാലും നോട്ട് ചെയ്യണം. അതനുസരിച്ചായിരിക്കും ഇനി ഉള്ള മൂവ്മെൻറ്റുകൾ വരാനുള്ള ചാൻസുകൾ കൂടുതൽ. മേ ബി നമ്മുടെ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി എടുത്തുകൊണ്ടായിരിക്കും മേ ബി മുകളിൽ പോയിട്ട് നമുക്ക് ആ ഇനി ഇപ്പോൾ ഈ കൺസോൾട്ടേഷൻ്റെ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയോ അല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള FEGയോ എടുത്തിട്ട് നമുക്ക് ഫർദർ ഡൗണിലേക്ക് പോകാനുള്ള ചാൻസ്. അപ്പോൾ എന്തായാലും ഇവിടെ നമ്മൾ കുറച്ചും കൂടി മൈന്യൂട്ടായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ FEGയുടെ തൊട്ട് മുകളിൽ നമുക്കിവിടെ ഒരു ഗ്യാപ്പും കൂടി കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ആ ഗ്യാപ്പും കൂടി എടുത്തിട്ട് വേണമെങ്കിൽ എല്ലാം ഗ്യാപ്പും എപ്പോഴെങ്കിലുമൊക്കെ ആയിട്ട് ഫില്ലാവും എന്നുള്ള ഒരു തിയറി വെച്ചിട്ടാണ് ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യുമെന്ന് പറയുന്നത്. പിന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നേരത്തെ ആ ഓൾ ടൈം ഹൈയുടെ ആ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി നമുക്കുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്ത് മുകളിലത്തെ ലിക്വിഡിറ്റി എടുത്ത് പിന്നെ നമ്മുടെ ആ മാർക്ക് ചെയ്ത് വെച്ചേക്കണ ആ താഴത്തെ ആ FEGs എടുക്കാനുള്ള ചാൻസുകൾ കൂടുതലാണ്. അപ്പോൾ നമുക്ക് ഏത് ലെവലിലാണ് റിവേഴ്സിൽ കിട്ടണേ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഈ ലെവൽ മാർക്ക് ചെയ്ത് വെച്ച് പ്രൈസ് ആ റേഞ്ചിൽ എത്തുന്ന വരെ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യണം. അവിടെ നിന്ന് നല്ലൊരു ട്രേഡ് നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ചെറിയ സ്റ്റോപ്പ് ലോസ് വെച്ച് നിങ്ങൾക്ക് ഒരു ഈസി ട്രേഡ് നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എല്ലാനും ഒരു ലിക്വിഡിറ്റീസ് നമുക്കുണ്ട്. അപ്പോൾ ഏത് ലിക്വിഡിറ്റി ആദ്യം ആക്റ്റീവ് ആവണേ എന്നുള്ള അനുസരിച്ചായിരിക്കും ഈ ലെവൽസുകൾ. പക്ഷേ നമ്മൾ ഈ ലെവൽസിന് മാർക്ക് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻട്രാഡേ ടൈം ഫ്രെയിമിൽ ഒന്നുകൂടി ലോവർ ടൈം ഫ്രെയിമിൽ 50 മിനിറ്റ്സിലോ അല്ലെങ്കിൽ 1 മിനിറ്റ് കൺഫർമേഷൻ എടുക്കുന്ന ആ സമയത്തൊക്കെ നമുക്ക് ഇവിടെ നിന്നൊക്കെ ഒരു ട്രേഡ് ഓപ്പർച്യൂണിറ്റി നമുക്കിവിടെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അതിന് വേണ്ടിയിട്ട് തന്നെയാണ് ഈ ഹയർ ടൈം ഫ്രെയിം തുടങ്ങിയുള്ള ടോപ്പ് ഡൗൺ അനാലിസിസ് നമ്മൾ നടത്തുന്നത്. അപ്പോൾ എന്തായാലും ഈ ലെവൽസുകൾ നിങ്ങൾ മാർക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ നെക്സ്റ്റ് ഡേയ്സിലേക്ക് ട്രേഡുകൾ പ്ലാൻ ചെയ്യാൻ ശ്രമിക്കുക. ഇനി നമുക്ക് നാളത്തേക്ക് ട്രേഡ് ചെയ്യാനുള്ള ഒരു സ്റ്റോക്കും കൂടി നമുക്ക് നോക്കിയാലോ. അപ്പോൾ എന്തായാലും ഒരു സ്റ്റോക്കും കൂടി ഒരു ബ്രേക്കൗട്ട് സ്റ്റോക്കും കൂടി നമുക്ക് എന്തായാലും ഒന്ന് അനലൈസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ വാച്ച് ലിസ്റ്റിലുള്ള ഒരു ബ്രേക്കൗട്ട് സ്റ്റോക്ക് എന്ന് പറയുന്നത് എയർടെലാണ്. ഇന്നലെ നമ്മൾ ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുള്ള ഒരു ലെവൽസ് തന്നെയാണ്. അപ്പോൾ എന്തായാലും ഒരു മൈന്യൂട്ടായിട്ടുള്ള ഒരു ഇൻട്രാഡേ ടൈം ഫ്രെയിമിൽ ഏതൊക്കെയാണ് ബ്രേക്കൗട്ട് ലെവലുകൾ എന്നുകൂടി നമുക്ക് ഒരു ക്വിക്കായിട്ട് നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മൾ ഡെയിലി ടൈം ഫ്രെയിം നോക്കിക്കഴിഞ്ഞാൽ ഓൾറെഡി ഒരു ബ്രേക്കൗട്ട് ഏരിയയിൽ എത്തിയിട്ട് നമുക്ക് അവിടെ നിന്നൊരു റിവേഴ്സൽ പോലെ കാണിച്ച് നിൽക്കുന്ന ഒരു ടൈമാണ് ഇപ്പോൾ എയർടെല്ലിലുള്ളത്. ഇനിയിപ്പോൾ നമുക്ക് ഒരു മൈനർ ടൈം ഫ്രെയിമായ 15 മിനിറ്റിൽ ഒരു ലിക്വിഡിറ്റീസ് എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഓൾറെഡി ഇവിടെ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്തായാലും ഒരു ബ്രേക്കൗട്ട് തന്ന് നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടാനുള്ള ചാൻസുകളുണ്ട്. 2060 ആ ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട് എന്തായാലും. പക്ഷേ ഒരു ലിക്വിഡിറ്റി എടുത്തുകൊണ്ടാണ് നമുക്ക് ഈ ബ്രേക്കൗട്ട് തരുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ കുറച്ചുകൂടി ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് മൂവ്മെൻറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ ഡയറക്റ്റ് ബ്രേക്ക് ചെയ്യാനും ചാൻസ് ഉണ്ട്. ഇപ്പം നമുക്കൊരു മൈന്യൂട്ടായിട്ടുള്ള ലിക്വിഡിറ്റി ഏരിയ എന്ന് പറയുന്നത് ഇവിടെ ഒരു സെൽഫ് സ്റ്റോപ്പ് ലിക്വിഡിറ്റി ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു മൂവ്മെൻറ്റ് മുകളിലേക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ നമുക്ക് ഏറ്റവും ലോന്ന് തന്നെ നമുക്ക് എൻട്രി എടുക്കാം. ഒരു ചെറിയ സ്റ്റോപ്പ് ലോസിൽ നമുക്ക് എൻട്രി എടുക്കാം. ഇൻ കേസ് ബ്രേക്കൗട്ട് ആയി കഴിഞ്ഞാൽ അതും നമുക്ക് അഡീഷണൽ ബോണസായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇവിടെയാണ് അടുത്തൊരു ലിക്വിഡിറ്റി ഉള്ളത്. അതിന് തൊട്ട് താഴെയുള്ള ഒരു ലിക്വിഡിറ്റി എന്ന് പറയുന്നത് ഈ ഒരു ലോയുടെ ഒരു ലിക്വിഡിറ്റി എടുത്താലും നമുക്ക് ഒരു ഫർദർ മുകളിലേക്ക് ഒരു ട്രേഡ് പ്ലാൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ മേജറായിട്ടുള്ള ലെവൽസുകൾ എയർടെലിൻ്റെ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടുന്ന് ഒരു എൻട്രിയുടെ ഓപ്പർച്യൂണിറ്റി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഒരു എൻട്രി എടുക്കാവുന്നതാണ്. അപ്പോൾ എന്തായാലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്തായാലും ഈ ഒരു സെക്ഷനിൽ ഫസ്റ്റത്തെ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ഒരു 50%
മൂവ്മെൻറ്റ് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. ആ ഒരു മൂവ്മെൻറ്റ് കിട്ടിയിട്ട് നമുക്കിപ്പോൾ ഉള്ളതെന്ന് പറയുന്നത് രണ്ടാമത്തെ സെക്ഷനായ ഈ ഒരു സെക്ഷൻ്റെ ഒരു 50% ഓൾറെഡി എടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു 50%ലേക്ക് വന്നിട്ട് ഒരു മൂവ്മെൻറ്റ് ഞാൻ പറഞ്ഞ എപ്പോഴും ഒരു റീട്രേസ് ചെയ്തിട്ട് വീണ്ടും ഒരു ബ്രേക്കൗട്ട് തന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ലൊരു മൂവ്മെൻറ്റ് നമുക്ക് പ്രതീക്ഷിക്കാം. അതല്ലെങ്കിൽ ഒരു ഫാൾസ് ബ്രേക്കൗട്ട് മുകളിലേക്ക് തന്നിട്ട് നമുക്ക് താഴെ ഈ ലിക്വിഡിറ്റീസൊക്കെ എടുക്കാനായിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ലെവലിലുള്ള FVGന്നോ അല്ലെങ്കിൽ താഴത്തുള്ള ലിക്വിഡിറ്റി സ്വീപ്പിലോ ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഒരു ചെറിയ സ്റ്റോപ്പ് ലോസ് നിങ്ങൾക്ക് ട്രേഡ് പ്ലാൻ ചെയ്യാം. പക്ഷേ ഇൻട്രാഡേ കൺഫർമേഷൻ വെച്ച് മാത്രം നിങ്ങൾ ട്രേഡ് എടുക്കുക. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ ഇത്രേ ഉള്ളൂ. നമ്മുടെ ടെലിഗ്രാം ചാനൽ ഇതുവരെ ജോയിൻ ചെയ്തില്ലെങ്കിൽ ഇപ്പം തന്നെ ജോയിൻ ചെയ്തോളുക. ഫ്രീ ആയിട്ടുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളൊരു സപ്പോർട്ട് തന്നു കഴിഞ്ഞാൽ നമ്മൾ പുതിയ വീഡിയോസായിട്ട് വരുന്നതാണ്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൊള്ളുക. പുതിയൊരു വീഡിയോ വരുന്നതുവരെ ബൈ.